കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ആദ്യനും അന്ത്യനും സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. Hallelujah, 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 hallelujah. Yeshua, hallelujah. Praise the Lord. Praise the Lord. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയെ സ്നേഹിക്കുന്നത് നിത്യത വരെയുള്ള എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്ന വിഷയമായി ഉടമ്പടിയിലൂടെ തിരിച്ചറിഞ്ഞതിലെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ വചനങ്ങളുടെ ജീവിതാർത്ഥങ്ങളെ എന്നെ അഭിഷേകമായി ബോധ്യപ്പെടുത്തണമേ. പഠിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു. അത് സ്വീകരിക്കുവാൻ ഞങ്ങളുടെ അന്തരങ്ങളെ ഒരുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന
ടാർഗറ്റ് ചെയ്യേണ്ടതാണ്. എന്താണ്? നിങ്ങളിപ്പോഴും പത്രം കൊടുത്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു. എന്തോ ഒരു വലിയ ആത്മാക്കളെ വീണ്ടെടുക്കുകയും ദൈവത്തിൻ്റെ സ്നേഹം കൈമാറുകയും മറ്റുള്ളവർ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ അവസരമൊരുക്കുകയും ചെയ്യുന്ന അപ്പോസ്തലികമായ വലിയ ദൈവിക ശുശ്രൂഷയാണ് നമ്മൾ ഈ പത്രം കൊടുക്കുന്നതിലൂടെ നമ്മൾ നേടുന്നത്. പക്ഷെ അതൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ തലയും ചുരുക്കി ഈശോ ഇനി എത്ര പത്രമുണ്ട്, ഇനി 16 പത്രമുണ്ടോ, ഇത് എവിടെ കൊടുക്കാനാണെന്ന് പുട്ടിപ്പെണ്ണ നിൻ്റെ കാര്യം തീരുമാനമായി. ഇത് ദൈവസ്നേഹത്തോടെയാണ് ചെയ്യണത്. പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം ദൈവസ്നേഹത്തോട് ചെയ്യുമ്പോൾ അതനുസരിച്ച് ആനുപാതികമായിട്ടായിരിക്കും. കാരണം ദൈവത്തിൻ്റെ സാധ്യത നിങ്ങൾക്കറിയാമല്ലോ, അത് ഇന്ന കാര്യമൊന്നുമില്ല. നിൻ്റെ ഏത് സ്വകാര്യമായ അഭിരുചികൾ പോലും ദൈവം മാനിക്കുമെന്നാണ് പറയുന്നത്. അത് സത്യമായ കാര്യമാണ്. സ്വകാര്യമായ അഭിരുചികളെ ചിലപ്പോൾ നമ്മുടെ ഭർത്താവ് മാനിക്കത്തില്ല. പൊടി ഇതൊക്കെ പൊട്ടാത്തറിക്കൊണ്ട് എൻ്റെ അടുത്ത് വരരുതെന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ ഭാര്യ മാനിക്കത്തില്ല. പക്ഷേ നിൻ്റെ സ്വകാര്യമായ ഇന്നലെ മെനയെന്നൊരു സാക്ഷ്യം ഉണ്ടായി. ആ കുട്ടി പേര് പറഞ്ഞിട്ടില്ല, കാക്കനാടുന്നാ. പക്ഷേ ഇന്ന് ഞാൻ അപ്പ് ചെയ്തിട്ടുണ്ട് ആ സാക്ഷ്യം. ഇവളെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ആശുപത്രി കിടക്കുകയാണ്. പ്രസവിച്ച് കഴിഞ്ഞപ്പോഴേ അവൾക്ക് ഉള്ളിലൊരു കൊതി. അവൾ മാതാവിനോട് എന്നിട്ട് ആ കൊതി പറയും. എന്താ കൊതി എന്ന് വെച്ചാൽ അവൾക്ക് ചൂട് ചോറ് വേണം, അച്ചിങ്ങാത്തോരൻ വേണം. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. കേട്ടാൽ ഇതൊരു വിധം കോമഡിയായിട്ട് തോന്നും. പക്ഷെ നിൻ്റെ കോമഡി പോലും കർത്താവ് മാനിക്കും. ഇതാണ് സ്നേഹമെന്ന് പറയണത്. നിങ്ങൾക്കറിയാമല്ലേ, പ്രസവിച്ചിട്ടുള്ള അമ്മമാർക്കെല്ലാം അറിയാം ഇങ്ങനെ പലതരം കൊതികൾ അവർക്കുണ്ടാവും. അത് സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ പനി പിടിച്ചവർക്കും ഉണ്ടാകും ചില സമയത്ത്. ഇറച്ചിക്കറി വേണം, ചോറ് വേണം എന്നൊക്കെ പറയും. അപ്പോൾ അമ്മമാർക്കിത് അറിയാം. അമ്മമാർ ആ പനിയിൽ നിന്ന് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുന്നത് അമ്മ കുഞ്ഞിനോട് പറയും, ഇത് ഉവ്വ മാറട്ടെ, മണ്ണ് ഇറച്ചിക്കറിയും ചോറും തരാമെന്ന് തന്നെ പറയും. അതെന്ന് വെച്ചാൽ അത് അമ്മമാർക്ക് അവരുടെ ആ ഒരു വൈബുണ്ട്. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ഈ പ്രസവക്കിടക്കെ കിടന്ന് മാതാവിനോട് സ്വകാര്യമായി പറഞ്ഞതാണ്, അമ്മ ഇത്തിരി ചൂട് ചോറും ഇത്തിരി അച്ചിങ്ങാത്തോരനും കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നെന്ന്. ആരോട്? മനസ്സിൽ പറഞ്ഞു. ആരോടാണ്? അമ്മയോട്. പിന്നെ സംഭവിച്ച കാര്യങ്ങൾ കേൾക്കണം, ഞെട്ടിപ്പോവും. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാതിലെ മുട്ടിയപ്പോൾ ഇവിടെ ബൈസ്റ്റാൻഡർ പോയി വാതിലെ നോക്കിയപ്പോൾ ഒരു ചേടത്തി ഒരു പൊതി കൊടുത്തിവർക്ക്. ആ പൊതിയും ചുവന്ന് എടുത്തുകൊണ്ട് ഇവളുടെ അടുത്ത് കൊണ്ടുവന്ന് കൊടുത്ത്, നിനക്ക് തരാൻ വേണ്ടി പറഞ്ഞതാണെന്നും പറഞ്ഞ് കൊടുത്ത് ഇത് തുറന്ന് നോക്കിയപ്പോൾ ചൂട് ചോറും അച്ചിങ്ങത്തോരനും. എന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയാമോ നിങ്ങൾക്ക്? നിങ്ങളോട് പറഞ്ഞത്, ഞാൻ കൃപാസനത്തിൽ നിന്ന് വരികയാണെന്ന് പറഞ്ഞെന്ന്. അതാണ് പ്രശ്നം. നീല സാരി കൊടുത്ത് ആൾ വന്നിരിക്കുകയാണ്, ഞാൻ കൃപാസനത്തിൽ നിന്ന് വരികയാണ്. ഇതാണ് കൃപാസന അമ്മയുടെ നിൻ്റെ സ്വകാര്യമായ അഭിരുചികളെപ്പോലും മാനിക്കുന്ന ദൈവം. ഇത് ഇപ്പോൾ തുടങ്ങിയൊന്നുമല്ല. ഞാൻ ചില സമയത്തൊക്കെ ബൈബിൾ വായിക്കുമ്പോഴേ നിങ്ങൾ ഐസയ 43 വായിച്ച് നോക്കിയേ. ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സ്നേഹിക്കണമെന്ന് നമുക്ക് മനസ്സിലാവും. ഐസയ 43:4. അതെ. നീ എനിക്ക് വിലപ്പെട്ടവനും, പറഞ്ഞേ, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. 5 വയസ്സുള്ളൂ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇതാണ് പ്രശ്നം. ഇതാണ് പ്രസൻസ് എന്ന് പറയുന്നത്, വാഗ്ദാന പേടകം എന്ന് പറയണത്. ഭയപ്പെടേണ്ട. ഇപ്പം ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദൈവം ആദ്യം നമ്മളെ സ്നേഹിക്കുകയാണ്. ഇപ്പം നിങ്ങളിവിടെ പറഞ്ഞില്ലേ, ഇപ്പം ഇന്നലെ ആ രാജീവ് ശിവനന്ദനം പറഞ്ഞത്, ആ മനുഷ്യന് ആദ്യം മുതലേ ദൈവത്തോട് ഒരു സ്നേഹം തോന്നി. ആരെങ്കിലും എന്നോട് പറഞ്ഞു കാണും, അങ്ങനെ എന്നെ വിളിക്കാതെ ഞാനിവിടെ വരത്തില്ലല്ലോ, അപ്പോൾ ദൈവം എന്നെ വിളിച്ചതാണെന്ന് എനിക്ക് ബോധ്യമുണ്ടെന്നൊക്കെയാണ് ഇത് പറയണത് അദ്ദേഹം. അങ്ങനെ കുറേ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ എൻ്റെ മനസ്സ് വന്ന സംഭവം എന്താണെന്നറിയാമോ? ദൈവം നമ്മളല്ല ഇനിഷ്യേറ്റീവ് എടുക്കണത്,
ദൈവമാണ് ആദ്യത്തെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. നിങ്ങൾ ഇന്ന് കൃപാസനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിലേക്ക് ദൈവം സ്വകാര്യമായി വ്യക്തിപരമായി നിന്നെ വിളിച്ചിരിക്കുന്നു. കൈയടിച്ച് കർത്താവേ ആലയത്തിലേക്ക് വിളിച്ചതിന് നന്ദി പറയുന്നു. സ്വന്തമാക്കിയതിന് നന്ദി പറയുന്നു. സബ്ജക്റ്റ് വൈസും ദൈവം പറയുന്ന കാര്യം എന്താണ്? ഇപ്പോൾ കടം കയറി, അപ്പോഴും ദൈവം പറയും ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. രോഗം വന്നു, അപ്പോഴും ദൈവം പറയും എന്താണ്? 43:5 ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഈ കൂടെയുള്ള ദൈവം പ്രസവക്കിടക്കയിൽ പോലും നമ്മുടെ അഭിരുചിക്ക് വേണ്ടി എന്ത് അറ്റം വരെയും പോകാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവം ശരിക്കും പറഞ്ഞാൽ നമ്മളെ സാന്നിധ്യം വാഗ്ദാനം ചെയ്യണത് തൻ്റെ സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ്. മനുഷ്യന്മാർക്ക് ഒരിക്കലും ദൈവത്തെ സ്നേഹിച്ച് തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പഠിച്ചത് കുരിശുരൂപം നോക്കിയാണ്. ഞാൻ കുരിശുരൂപം നോക്കുമ്പോഴൊക്കെ എപ്പോഴും ഈശോയോട് പറയണൊരു കാര്യമുണ്ട്, നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാവുന്ന. ഈ കിടപ്പ് കണ്ടാൽ നമുക്കറിയാമല്ലേ, ഇങ്ങനെ നമുക്ക് തിരിച്ച് സ്നേഹിക്കാൻ പറ്റുമോ? അപ്പം തോൽപ്പിക്കാൻ പറ്റാത്തൊരു സ്നേഹത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ ജീവിതത്തിൻ്റെ സ്വകാര്യ അവസ്ഥകളിൽ പോലും സംരംഭമാക്കുന്ന ചൈതന്യത്തിൻ്റെ പേരാണ് ക്രിസ്തു. കൈയിടിച്ച് കർത്താൻ മഹത്വം മഹത്വം ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. ബിജോ കീശേരി എന്ന് പറഞ്ഞൊരു മകൻ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം പറഞ്ഞു. അത് എൻ്റെ മനസ്സിനെ സ്പർശിക്കുന്ന സാക്ഷ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത്. ബിജോ കീച്ചേരി എന്നെ പറഞ്ഞു വെച്ചാൽ ഈ ഉടമ്പടി എന്താണ് അദ്ദേഹത്തിന് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. ഉടമ്പടി അദ്ദേഹത്തെ എന്താണ് ആക്കി മാറ്റിയതെന്ന് പറയുന്നുണ്ട്. അത് പറയണത്, ഞാനിപ്പോഴ് പുറത്തിറങ്ങുമ്പോഴൊക്കെ എന്നേക്കാൾ കഷ്ടപ്പെട്ടവരെ ഞാൻ നോക്കും, ശ്രദ്ധിക്കും. പൈസ ഇല്ലാത്തവർ, രോഗികളെ, ആശുപത്രിയിൽ കിടക്കുന്ന വേദനപ്പെടുന്നവരെ, കുടുംബങ്ങളിൽ എന്നോട് പ്രയാസങ്ങൾ പറയുന്നവരെ എല്ലാം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. പക്ഷേ അതൊക്കെ മുമ്പ് അദ്ദേഹം പറയുന്നുണ്ട്, ഉടമ്പടി എടുക്കുന്ന മുമ്പ് എനിക്കൊരു മനസ്ഥിതി ഉണ്ടായിരുന്നു. ബിജോ പറയണതാണ്, ഉടമ്പടി എടുക്കുന്ന മുമ്പ് എനിക്കൊരു മനസ്ഥിതി, എന്നെക്കാളും മേല് ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ നോക്കും. എന്നിട്ട് ഞാൻ അവരെപ്പോലെ എനിക്കാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞൊരു കോമ്പറ്റ് ചെയ്യും മനസ്സുകൊണ്ട്. മനസ്സിലായില്ലേ? ഉടമ്പടി നിങ്ങളുടെ ജീവിതത്തെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ വ്യക്തമായില്ലേ? ഉടമ്പടി എടുക്കുന്നത് വരെ ഞാൻ ചിന്തിച്ചത്, എത്ര പേര് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കാനഡയിൽ പോയി, എത്ര പേർക്ക് എത്ര സെൻറ്റ് സ്ഥലമുണ്ട്, ഞങ്ങൾക്ക് 40 സെൻറ്റ്, എന്നേക്കാൾ സ്ഥലമുള്ള കൂടുതലുണ്ട്. കൊച്ചാപ്പൻ്റെ മകന് 60 സെൻറ്റ്, എൻ്റെ ഭാര്യയുടെ അനിയത്തിൻ്റെ വീട്ടുകാർക്ക് 2 ഏക്കർ. അപ്പോൾ എന്നേക്കാൾ മുകളിലുള്ളവരെയാണ് ഞാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നത്. ഉടമ്പടി എടുക്കുന്നവരെ എന്നേക്കാളും മുകളിലുള്ളവരാരാണ്, അവരൊക്കെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി, അവരൊക്കെ തറ പറ്റിക്കാൻ വേണ്ടി അവരുമായി ഞാൻ മത്സരത്തിന് സമയം കുറിച്ചുകൊണ്ടുള്ള ജീവിതമാണ് എൻ്റേത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കണത് എന്താണ്, ഞാൻ എന്നേക്കാൾ താഴെയുള്ളവരെ എന്തുമാത്രം സഹായിക്കാൻ പറ്റും, അതാണ് വിഷയം. ആ മനുഷ്യൻ്റെ ദൈവസ്നേഹം നിറഞ്ഞപ്പോൾ എന്നേക്കാൾ താഴെയുള്ളവരെന്ന് പറയുന്നത് ആരാണ്? അതെല്ലാം ക്രിസ്തുവായിരിക്കും. മനസ്സിലായില്ലേ? നിന്നേക്കാൾ താഴെ ഉള്ളവരെന്ന് പറഞ്ഞാൽ ആരായിരിക്കും? അത് ക്രിസ്തുവായിരിക്കും. ക്രിസ്തു എപ്പോഴും നിനക്ക് താഴെയായിരിക്കും എന്ന് ബൈബിൾ പറയുന്നുണ്ട്. എന്താണ്? ഞാൻ രോഗിയായിരുന്നു, ഞാൻ
നഗ്നനായിരുന്നു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. കണ്ട, അപ്പോൾ എന്നേക്കാൾ താഴെയുള്ളവരാരായിരിക്കും? ക്രിസ്തുവായിരിക്കും. ഈ മനുഷ്യനിപ്പോൾ ബിജു എന്താ പറയണത്? ഞാൻ നേരത്തെ ലോകത്തിൻ്റെ സന്തതിയായിരുന്നു, ജഡിക സന്തതിയായിരുന്നു. അപ്പോൾ എന്നേക്കാൾ മുകളിൽ ആരുണ്ട്? അവനൊക്കെ അടിച്ചിടാൻ എന്താ മാർഗമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ വടിയും വഴുകയും എടുത്ത് അമ്പും വെല്ലും എടുത്ത് നടക്കിയിരുന്നു. ഇപ്പോൾ ഞാൻ താറി എന്ത് ചെയ്ത്? എന്നേക്കാൾ താഴെയുള്ളവർ ഞാൻ ദൈവത്തിൻ്റെ മുഖച്ഛായ കണ്ടുകൊണ്ട് നോക്കാൻ തുടങ്ങി, ശുശ്രൂഷിക്കാൻ തുടങ്ങി, അവർക്ക് പങ്കുവെക്കാൻ തുടങ്ങി. ഞാൻ തന്നെ ക്രിസ്തുവിനെ തേടി അലയാൻ തുടങ്ങി. ഉടമ്പടി നിന്നെ ക്രിസ്തുവിനെ അന്വേഷിച്ചുള്ളൊരു യാത്രയാക്കി മാറ്റും. കൈയിടിച്ച് കർത്താവേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് തുടയിൽ ചിരങ്ങ് പോയി വരുന്നവരുണ്ട്, തുടയുടെ ഉള്ളിലുള്ള ലിഗമെൻറ്റുകൾ പൊട്ടിയിട്ടുള്ളവരുണ്ട്, അതുപോലെ തന്നെ ചില പേശികൾ ബലം ക്ഷയിച്ചവരുണ്ട്. ഇടത് തുടയിലെ പേശിയുടെ ബലം ക്ഷയിച്ചവരെ കർത്താവ് സ്പർശിച്ച് സൗഖ്യപ്പെടുന്ന സന്ദേശമുണ്ട്. അതുപോലെ തന്നെ മുട്ടനും തുടയ്ക്കും ഇടയിലുള്ള പേശികളും ഞരമ്പുകളും കർത്താവ് അത് പ്രവർത്തിക്കാതെ മരവിച്ചിരിക്കുന്നതിന് പോലെ നടക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. അവരെല്ലാം കർത്താവ് സൗഖ്യപ്പെടുന്ന സന്ദേശമുണ്ട്. കൈയടിച്ച് കർത്താവ് ഞാൻ പോരാത്തവനാണ്, എന്റെ പുറയ്ക്കകത്തുവരാ ഞാൻ പോരാത്തവനാണ്, എന്റെ കൂറിപ്പാലും ഞാൻ പോരാത്തവനാണ്. ഒരു വാക്കുമതി എനിക്കത് മതിയേ, 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 ഒരു വാക്കുമതി എനിക്കത് മതിയേ. കർത്താവിൻ്റെ വലിയ പ്രസര്യം, വലിയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സമയമാണിത്. ഒരമ്മ കുഞ്ഞിൻ്റെ താടിയിൽ തൊട്ടുകൊണ്ട് ആ കുഞ്ഞിൻ്റെ താടിയുടെ വലതുവശത്ത് താടിയുടെ താഴെ ഒരു മുഴയുള്ളതുപോലെ കാണുന്നുണ്ട്. അപ്പോൾ അമ്മ കണ്ണ് നിറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിൻ്റെ കണ്ണിലേക്ക് നോക്കും. മകൻ്റെ ഉവ്വ അമ്മ ഈശോ അപ്പ മാറ്റിത്തരുമെന്ന് പറയും. ആ കുഞ്ഞിനെ ഈശോ ഇപ്പോഴ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു വാക്കുമതിയേ എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതിയേ. എന്റെ പുറയ്ക്കകത്തു വരാ ഞാൻ പോരാത്തവനാണ്, എന്റെ കൂടെ ഇരിപ്പാനും ഞാൻ പോരാത്തവനാണ്, എന്റെ പുറയ്ക്കകത്തു വരാ ഞാൻ പോരാത്തവനാണ്, എന്റെ കൂടെ ഇരിപ്പാനും ഞാൻ പോരാത്തവനാണ്. ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി
ബട്ട് ഓൺലി സേ ദ വേർഡ്. സദാധിപൻ പറഞ്ഞ കാര്യമാണ്. ബട്ട് യു ഓൺലി സേ ദ വേർഡ് ആൻഡ് ഐ ഷാൽ ബി ഹീൽഡ്. അതായത് നീ ഒരു വാക്ക് ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി, എൻ്റെ വീട്ടിൽ കിടക്കുന്ന ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളുമെന്ന്. യേശുവിനെ തിരിച്ചറിയുന്നവരെ ഇവിടെ നിന്ന് കർത്താവ് ഒരു വാക്ക് പറയും. നീ വീട്ടിൽ ചെല്ലുമ്പോൾ നീ എന്തിനു വേണ്ടി കർത്താവിന് അമ്മമാതാ പ്രത്യക്ഷപ്പെടെ ഇടത്ത് വന്ന് കണ്ണീരിട്ടോ ദൈവ പൈതലെ, നീ വീട്ടിൽ ചെല്ലുമ്പോൾ അതിൻ്റെ അടയാളം നീ കാണുമെന്നാണ് കർത്താവിൻ്റെ വചനങ്ങളിലുള്ളത്. ഒരു വാക്ക് മതി, നീ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്കത് അനുഭവിക്കാൻ കഴിയുമെന്ന് കർത്താവേ, സദാധിപനെ പോലെ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഈ വിശ്വസിക്കുന്ന മക്കളുടെ കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം വെക്കണമേ, ആണിപ്രതാർന്ന അത്ഭുതകരം വെക്കണമേ. എൻ്റെ കർത്താവേ, ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി, ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി അങ്ങനെ മക്കൾ വേദനപ്പെടുന്നുവോ, ആ വേദനപ്പെടുന്ന സാഹചര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ കർത്താവേ, നിങ്ങൾ ഭയപ്പെടേണ്ട. കർത്താവ് നീ പറഞ്ഞില്ലേ കർത്താവേ, ഐസയ്യാ 42:3-5 നീ പറഞ്ഞില്ലേ കർത്താവേ, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞില്ലേ കർത്താവേ. കർത്താവേ, ഈ മക്കളുടെ കൂടെ കർത്താവേ അങ്ങ് പോകുന്നതിന് പകരം ഉടമ്പടിയിലൂടെ അങ്ങ് സഞ്ചാരി മാതാവായി പരിശുദ്ധ അമ്മയെ തന്നെ വിട്ടുകൊണ്ട് 10,000 സാക്ഷ്യം പറയുന്ന അനുഗ്രഹത്തിൻ്റെ ഈ വലിയ കാലഘട്ടത്തിൽ കർത്താവേ അതിൻ്റെ അവകാശികളാകാൻ, ഓഹരിയാകാൻ കർത്താവേ അങ്ങനെ മക്കളെ ഇപ്പോൾ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. തീർത്ഥാടനത്തിലിരിക്കുന്നവരെയും ഓൺലൈനിൽ ഇരിക്കുന്നവരെയും അവരെന്തെല്ലാം വിഷയത്തിന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്ന കർത്താവ്, അതെല്ലാം സ്മരിച്ചിക്കട്ടെ. അതിൻ്റെ ബന്ധനങ്ങൾ, അതിൻ്റെ എല്ലാവിധ തകർച്ചകൾ, അതിൻ്റെ എല്ലാവിധ തടസ്സങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് യേശുനാമം ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. എനിക്കത് മതിയേ, ഒരു വാക്ക് മതി, എനിക്കത് മതിയേ, ഒരു വാക്ക് മതി, എനിക്കത് മതിയേ. ശാന്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് മൗനമായി ഇരിക്കുക. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ